പരസ്പരം സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇരിക്കാവോ? 4 കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഓർക്കണമെന്ന്. എന്തൊക്കെയാണ്? കർത്താവ് ചെയ്ത നന്മകൾ എഴുതിക്കൊണ്ട് വന്നോ? എത്ര പേര് കൊണ്ടുവന്ന് നോക്കട്ടെ. തന്നില്ലല്ലോ ഇവിടെ. അപ്പോൾ പോകുന്നതിന് മുമ്പ് അതിവിടെ തന്നിട്ട് പോകണം. രണ്ടാമത്തേത് ബുക്ക്, നോട്ട്ബുക്ക്, ബൈബിൾ, പേന കൊണ്ടുവന്നോ? ഒന്ന് കൈവക്കിക്കേ കൊണ്ടുവന്നവർ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, കൺവെൻഷന് വേണ്ടി പകൽ സമയത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ചെയ്തവർ കൈവക്കിക്കേ. ഹല്ലേലൂയ. 50 പേര് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥനാപൂർവം മറ്റുള്ളവരെ ശുശ്രൂഷയ്ക്കായി വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു. ചെയ്തവരെന്ന് കൈവക്കിക്കേ. ഹല്ലേലൂയ. 52 പേര് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയാം. ഇത്രയൊക്കെ പ്രതികരണം ഉണ്ടാവുന്നുണ്ടല്ലോ ഈ ഗതികെട്ട കാലത്ത്. ഇത്രയൊക്കെ ആളുകൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ഒത്തിരി മഹത്വം, ആരാധനയും സമർപ്പിക്കാം. വചനം കേൾക്കാൻ കർത്താവ് ഒരു ദാഹം തന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആണോ? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കാരണം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, അതിന് 4 ഭാഗങ്ങളുണ്ട്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. എത്ര ഭാഗങ്ങളുണ്ട്? 4. അതിൻ്റെ 4ാമത്തെ ഭാഗം എന്തിനെക്കുറിച്ചാണ്? 1, 2, 3 പോലും അറിയില്ല, പിന്നല്ലേ 4 അല്ലേ? അതിൻ്റെ 4ാമത്തെ ഭാഗം എന്തിനെക്കുറിച്ചാണ്? നിങ്ങൾക്കറിയാം. അതിൻ്റെ 4ാമത്തെ ഭാഗം കണ്ടിട്ടുണ്ടോ ആ സാധനം? അങ്ങനൊരു സാധനമുണ്ട്. ബൈബിൾ വീട്ടിൽ വാങ്ങി വെക്കുന്നത് പോലെ തന്നെ എല്ലാ കത്തോലിക്ക വിശ്വാസികളും കുടുംബത്തിൽ നിർബന്ധമായും വാങ്ങിവെച്ച് വായിക്കേണ്ട ഗ്രന്ഥമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. നിങ്ങളോർത്തത് പിള്ളേരുടെ വേദപാഠ പുസ്തകമാണെന്നല്ലേ? അതല്ലിത്. ഇതെല്ലാവരുടെയും വേദപാഠ പുസ്തകമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അത് നിങ്ങളുടെ വികാരിച്ചന്മാരോട് പറഞ്ഞാൽ അവർ പള്ളിയിൽ അത് അവൈലബിൾ ആക്കും. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വായിക്കാം. അപ്പോൾ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ എന്ത് ആരാധിക്കുന്നു, നമ്മൾ എന്ത് ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ഇങ്ങനെയാണ് ആദ്യത്തെ 3 ഭാഗങ്ങൾ. വിശ്വസിക്കുന്നത്, ആരാധിക്കുന്നത്, ജീവിക്കുന്നത്. 4ാമത്തെ ഭാഗം നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 4ാം ഭാഗം എന്തിനെക്കുറിച്ചാണ്? പ്രാർത്ഥനയെക്കുറിച്ചാണ്. അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സഭ ഒരു ഉപമ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപമ സമറിയക്കാരിയെ കാണാൻ യാക്കോബിൻ്റെ കിണറ്റിൻകരയിലെത്തിയ യേശുവിൻ്റെ സംഭവമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഉദാഹരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഉപമയായി ആ സംഭവം ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക. ആ സംഭവം പരാമർശിച്ചുകൊണ്ട് തിരുസഭ പഠിപ്പിക്കുന്നു, യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ സമറിയക്കാരിയെ കാണാനെത്തിയ യേശുവിനെ പോലെ പ്രാർത്ഥനയാകുന്ന കിണറ്റിൻകരയിൽ നമ്മെ കാണാൻ യേശു കാത്തിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം പോലും നമുക്ക് തരുന്നത് നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ മണവാളനായ കർത്താവാണ്. പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം തരുന്നത് പോലും പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥിക്കുന്നത് നമ്മളാണെങ്കിലും പ്രാർത്ഥിക്കാനുള്ള പ്രേരണ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, അവൾ ദാഹിക്കുന്നതിന് മുമ്പേ അവൻ ദാഹിച്ചു. പറയാമോ ഞാൻ പറഞ്ഞത്? അവൾ ദാഹിക്കുന്നതിന് മുമ്പേ അല്ലേ? അവൾ ഈശോയോട് പറഞ്ഞു, നീ ജീവജലം തരുമെന്ന് പറയുകയാണെങ്കിൽ എനിക്കിവിടെ വെള്ളം കോരാൻ വരണ്ടല്ലോ, ഞാൻ ഈ കിണറ്റുകരയിൽ എത്തണ്ടല്ലോ, എനിക്കിനി ദാഹിക്കുകയില്ലല്ലോ, നീ പറയുന്ന ജീവജലം എനിക്ക് തരിക. അവൾ ദാഹിക്കുന്നതിന് മുമ്പ് സഭ പറയുന്നു യേശു ദാഹിച്ചു. ആരാണ് ആദ്യം ദാഹിച്ചത്? യേശു. ആരാണ് ആദ്യം ദാഹജലം ചോദിച്ചത്? യേശു. ആരാണ് ആദ്യം കുടിക്കാൻ തരിക എന്നാവശ്യപ്പെട്ടത്? യേശു. അപ്പോൾ സഭ പറയുകയാണ്, അവൾ ദാഹിക്കുന്നതിന് മുമ്പേ അവൻ ദാഹിച്ചു. എന്നിട്ട് സഭ
അടുത്ത സെന്റൻസ് പറയുന്നത് ഇങ്ങനെയാണ്, അവൾ ദാഹിക്കണമെന്ന് അവൻ ദാഹിച്ചു എന്ന് പറയാവോ? അവൾ ദാഹിക്കണമെന്ന് അവൻ ദാഹിച്ചു. അപ്പോൾ സഭ പഠിപ്പിക്കുകയാണ്, നമ്മെ കാണാനെത്തുന്ന ദൈവവും ദൈവത്തെ കാണാനെത്തുന്ന നമ്മളും തമ്മിൽ കണ്ടുമുട്ടുന്ന യാക്കോബിൻ്റെ കിണറ്റിൻകരയാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു, നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രേരണ തരുന്നത് പോലും ആരാണ്? പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദേവാലയത്തിൽ വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ദേവാലയത്തിൽ വരാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, കൊന്തയൊല്ലാൻ പറ്റില്ല, നമുക്ക് പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ പറ്റില്ല, സംബന്ധിച്ചാൽ തന്നെ അത് അനുഭവമില്ല. എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, റോമർ 9:16, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല. പറയാവോ? മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഹല്ലേലൂയ. എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് തരുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പഠിപ്പിക്കും എല്ലാ നല്ല ദാനങ്ങളും. യാക്കോബ് 1:17 തുറന്ന് വായിക്കുക. യാക്കോബ് 1:17, ജെയിംസ് 1:17, യാക്കോബ് 1:17. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ നല്ല ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. എല്ലാ നല്ല ദാനങ്ങളും, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ നല്ല ദാനങ്ങളും വരുന്നത് ഉന്നതത്തിൽ നിന്ന്, മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പിതാവിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാ ദൈവിക ദാനങ്ങളും വരുന്നത് ഉന്നതത്തിൽ നിന്നാണ്, ദൈവം തരുന്നതാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലൻ പറഞ്ഞത് 1 കൊരിന്തോസ് 15:10 വായിക്കുക. 1 കൊരിന്തോസ് 15:10 അപ്പസ്തോലനായ പൗലോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാകുന്നു. വായിക്കുക, തുറന്ന് വായിക്കുക. 1 കൊരിന്തോസ് 15:10, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപ. ഉച്ചത്തി വായിക്കുക, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അപ്പം നിങ്ങൾ ഇടവകയിൽ നിങ്ങൾ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. എന്താ കാര്യം? നിങ്ങൾക്കൊരു കൃപ കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. മനുഷ്യൻ ആഗ്രഹിച്ചാൽ അത് പറ്റില്ല. എത്രയോ പേര് പാടുപെടുന്നു, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ബൈബിൾ വായിക്കാൻ ആഗ്രഹമുണ്ട്, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. കൊന്തയൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു കൊന്ത പോലും ചൊല്ലി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം എല്ലാ ആത്മീയ കാര്യങ്ങളും സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ നിന്ന് മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ ഇത് വായിച്ചിട്ട് പോകാം, മറ്റൊരു വചനത്തിലേക്ക് ഇത് വായിക്കാം. എന്താണ്? ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എന്തെന്നാൽ നേരെ മറിച്ച് മറ്റെല്ലാവരെയേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെല്ലാം അധ്വാനം. ഒരു ആത്മീയ കാര്യം ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ അവിടെ എന്ത് പ്രവർത്തിക്കണം? ആ വാക്ക് നിങ്ങൾ മറക്കരുത്. ദൈവ കൃപ, ഗ്രേസ്. ഇതെല്ലാം ഔട്ട് ഓഫ് ഗ്രേസ്, ദൈവകൃപയിൽ മാത്രമേ അത് സംഭവിക്കൂ. അതുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരാൾ ദേവാലയത്തിൽ വരുന്നില്ല, നമ്മൾ നിന്ദിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം എന്ത് പ്രാർത്ഥിക്കണം? ദൈവമേ, അവർക്ക് കൃപ കൊടുക്കണമേ, അല്ലേ? കൃപ കൊടുക്കണമേ. കൃപ കൊടുത്താലേ അത് സംഭവിക്കൂ. ദൈവകൃപ കിട്ടിയാലേ പറ്റൂ. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല, ആരെയും ദുഷിച്ചിട്ടൊരു കാര്യമില്ല. അത് അവർക്ക് അതിനുള്ള കൃപ കിട്ടുന്നില്ല. പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യരുത്. അതിനപ്പുറത്ത് നമുക്കൊന്നും ഉപദേശം കൊണ്ടോ ശാസന കൊണ്ടോ വടിയെടുത്തോണ്ടോ തല്ലിയോണ്ടോ ശിക്ഷിച്ചോണ്ടോ താടനം ചെയ്തുകൊണ്ടോ ഒന്നും മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം സംഭവിക്കണമെങ്കിൽ ഉന്നതത്തിൽ നിന്ന് കൃപ വർഷിക്കപ്പെടണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ കൃപ കിട്ടുന്നത് ആരിലൂടെയാണ്?
യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം എടുക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14 മുതൽ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ വായിക്കാം. വചനം മാംസമായി, ഉച്ചത്തിൽ കൊള്ളാം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. കണ്ടോ, കൃപയും സത്യവും നിറഞ്ഞ ഏകജാതൻ്റെ മഹത്വം. ആ കൃപ നിറഞ്ഞ് ലോകത്തിൽ വചനം മാംസമായി അവതരിച്ചത് യേശുവാണ്. അതുകൊണ്ട് പറയുകയാണ് 16-ാമത്തെ വാക്യം, നമ്മൾ എങ്ങനെയാണ് കൃപ സ്വീകരിക്കുന്നത്? അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, കൃപയ്ക്കുമേൽ കൃപ. പറ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ. അതായത് കൃപ ഓരോ ദിവസം കഴിയും തോറും കൃപ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിനെ വിളിക്കുന്ന പേരാണ് കൃപയ്ക്കുമേൽ കൃപ. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. കൃപയ്ക്കുമേൽ കൃപ, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന്. അത് ആരിൽ നിന്നാണ് കിട്ടുന്നത്? യേശുവിൽ നിന്ന് മാത്രമാണ് ആ കൃപ കിട്ടുന്നത്. അടുത്ത വാക്യം എന്തെന്നാൽ, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. കേൾക്കുന്നുണ്ടോ? കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ നമുക്ക് യേശുവിനോട് സ്നേഹവും ബന്ധവും ഉണ്ടായാൽ മതി. ഈശോയുടെ അടുത്താൽ മതി. ഈശോയെ സ്നേഹിച്ചാൽ നമ്മിലേക്ക് കൃപാവരങ്ങൾ ഒഴുകും. ഈശോയെ സ്നേഹിച്ചാൽ മതി, വേറെ ഒരു കുറുക്ക് വഴിയില്ല ഇതിന്. ദൈവകൃപ വർഷിക്കപ്പെടണോ? കർത്താവിനോട് നിർമ്മലമായൊരു സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ കർത്താവിനെ സ്നേഹിച്ചാൽ മതി, കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹിച്ചാൽ മതി. അപ്പോൾ ദൈവം കൃപാവരം സമൃദ്ധമായി നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മേൽ ആ ദൈവകൃപ വർഷിക്കപ്പെട്ടിട്ടുണ്ട്. തിമോത്തിക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ, തിമോത്തിക്കല്ല, തീത്തോസിന് എഴുതുമ്പോൾ വായിക്കാം. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, 11ഉം 12ഉം ദൈവകൃപയെക്കുറിച്ചുള്ള മറ്റൊരു വചനം. തീത്തോസ് 2:11-12 വായിക്കാമോ? എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒന്നുറക്കെ പറഞ്ഞേ, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഒന്ന് സാവധാനം ശ്രദ്ധിച്ചേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകമുണ്ട് കേട്ടോ. അതായത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ 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 കൃപാവരങ്ങൾ വർഷിക്കപ്പെടും. വെറുതെ വചനം ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചാൽ അപ്പം തന്നെ ആത്മാവിൽ ദൈവപ്രവൃത്തികൾ നടക്കും. ലോകത്ത് വേറെ ഒരു രീതിയിൽ ഇത് നടക്കില്ല. കർത്താവിൻ്റെ വചനത്തിന് അത്രയും അപരിമേയമായ ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. അതിനാണ് ബൈബിൾ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. പലരും കൊണ്ടുവന്നിട്ടുണ്ട്, ചിലർ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാത്തവർ ശ്രദ്ധിക്കുകയെങ്കിലും ചെയ്യുക. ഇവിടെ പറയുകയാണ്, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ രക്ഷപ്പെടണമെങ്കിൽ ദൈവകൃപ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. ദൈവകൃപ വരാതെ മനുഷ്യൻ രക്ഷപ്പെടില്ല. മനുഷ്യന് പുരോഗതിയും ഐശ്വര്യവും അഭിവൃദ്ധിയും നന്മയും മാനസാന്തരവും വിടുതലും വിമോചനവും എല്ലാം ഉണ്ടാവണമെങ്കിൽ ദൈവകൃപ വരണം. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ആ കൃപ എന്തിനു സഹായിക്കും? നിർമതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും ആ കൃപ നമ്മളെ പരിശീലിപ്പിക്കും. മനസ്സിലായോ? നന്നായിട്ട് ജീവിക്കാൻ പറ്റണമെങ്കിൽ ദൈവകൃപ നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യണം. വചനം പറയുകയാണ്, നിർമതത്വവും എന്ന് പറഞ്ഞാൽ ലൗകികമായ നിർമതത്വം, മതമില്ലാത്ത അവസ്ഥ, ദൈവസ്നേഹമില്ലാത്ത അവസ്ഥ, ആത്മീയതയില്ലാത്ത അവസ്ഥ, ലൗകിക പരത, ലോകപരത, ഇത് ഉപേക്ഷിക്കാൻ, ലോകത്തിലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കാതിരിക്കാൻ, എപ്പോഴും ദൈവത്തെ നോക്കാൻ. അല്ലെങ്കിൽ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ കന്നിപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിക്കാൻ. അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നടക്കാൻ, ദൈവത്തെ ഹൃദയത്തിൽ രാജാവായി പൂജിക്കാൻ. 1 പത്രോസ് 3 പറയുന്നത് പോലെ ദൈവത്തെ രാജാവായി പൂജിക്കാൻ, എപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ ജീവിക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഉറക്കെ പറ.
ദൈവകൃപ നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും ആ കൃപ നമ്മളെ പരിശീലിപ്പിക്കും. ഒരു വിശ്വാസി എന്ന നിലയിൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റണമെങ്കിൽ, ഇടവകയിലൊക്കെ നന്നായിട്ട് പെരുമാറാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? മനസ്സിലായോ? നമ്മൾ കാണുന്ന മനുഷ്യരിൽ നല്ല ശതമാനത്തിനും ഒരു ലവലേശം കൃപയില്ല. നിങ്ങൾക്ക് തിരിച്ചും പറയാം, ഞങ്ങൾ കാണുന്ന അച്ഛന്മാരിൽ നിങ്ങൾ തിരിച്ചും പറയാം. എനിക്കിപ്പോൾ ഞാൻ കാണുന്നല്ലേ പറയാൻ പറ്റും. അതായത് ലവലേശം കൃപയില്ല. കൃപയില്ലെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? സാധാരണ മനുഷ്യരെ പോലാണ് അവർ ചിന്തിക്കുന്നത്. ലോക മനുഷ്യർ ഇതിനേക്കാൾ നന്നായിട്ട് ചിന്തിക്കും, ഇതിനേക്കാൾ നന്നായിട്ട് കാര്യങ്ങളെ കാണും. സാധാരണ മനുഷ്യരെ പോലാണ് അവർ പെരുമാറുന്നത്. അവരിൽ ദൈവകൃപ പ്രവർത്തിക്കുന്നില്ല. ഞാൻ മറ്റൊരു വചനം വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറയും, ഈ കൃപയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. നമുക്ക് വായിക്കാം. അത് ഈ ദൈവകൃപ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. 1 കൊരിന്തോസ് 2 14 മുതൽ 1 കൊരിന്തോസ് 2 14 മുതൽ വായിക്കാം. 1 കൊരിന്തോസ് 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. അതായത് ഈ കൃപയില്ലാത്തവന് ദൈവാത്മാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അവനത് എന്താണ്? ഭോഷത്വമാണ്. പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് വളരെ വിഷമമുള്ളൊരു കാഴ്ച ഞാൻ ഈ അടുത്ത നാളുകളിൽ ഒരിക്കൽ കണ്ടു. അതായത് ഒരാളുടെ തലയിൽ ഒരാൾ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യന് ചില അനുഭവങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടാവും. അത് ദാഹിച്ചും ആഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്ന ഒരു ജനത്തിന് അതിന് അധികാരപ്പെട്ട ഒരാൾ കൈവെക്കുമ്പോൾ ഒരു അഭിഷേകം കിട്ടും. അങ്ങനെ അഭിഷേകം കിട്ടി ഒരാൾ പൊട്ടിക്കരയുകയോ അങ്ങനെ ഇത്തിരി ബഹളം വെക്കുകയൊക്കെ ചെയ്തപ്പോൾ മറ്റൊരാൾ അത് നോക്കി പരിഹസിച്ച്, ഈ പൊട്ടൻ്റെ വായു വരുന്ന വാക്ക് ഞാൻ പറയുന്നില്ല, പരിഹസിച്ച് ഇളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസമുള്ള ആളാണ്, വിവരമുള്ള ആളാണ്, പദവിയുള്ള ആളാണ്. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അഗാധമായ ദുഃഖം തോന്നി. എന്താ കാര്യം എന്നറിയാമോ? ലവലേശം കൃപ തൊട്ട് തീണ്ടി 7 അയലത്ത് പോലും പോയിട്ടില്ല ഇയാളുടെ. പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ പ്രതികരണം ഉണ്ടാവില്ല. 7 അയലത്ത് പോലും പോയിട്ടില്ല. 0% കൃപ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. അവനത് കണ്ടിട്ട് പരിഹസിച്ച് ചിരിക്കും. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. അവനെ കൊണ്ടത് സ്വീകരിക്കാൻ പറ്റില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അതായത് ഇത് ആത്മാവിൽ മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് അവന് ആ ആത്മാവിൻ്റെ ലോകം തുറക്കപ്പെട്ടിട്ടേ ഇല്ലാത്തതുകൊണ്ട് അവൻ ആ കാര്യം 1% പോലും മനസ്സിലാവത്തില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഇനി 3 1 മുതൽ, സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. എന്താ കാര്യം? ജഡിക മനുഷ്യരോടെന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയുമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. ഈ കൃപയില്ലാത്തവനെ വിളിക്കുന്ന വേറൊരു പേരാണ്. എന്ത് മനുഷ്യൻ? ഉറക്കെ പറ. ജഡിക മനുഷ്യൻ. മനസ്സിലായോ? കൃപയില്ലാത്തവനെ, കൃപ 7 അയലത്ത് പോലും പോയിട്ടില്ലാത്തവരെ വിളിക്കുന്ന പേരാണ് ജഡിക മനുഷ്യർ. കാർണൽ മെൻ, ജഡിക മനുഷ്യർ. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? അസൂയ, വഴക്ക്, പടലപ്പിണക്കം, കലഹം, വൈരാഗ്യം, വെറുപ്പ്, വിധി പ്രഖ്യാപനം, ആരോപണം, കുറ്റപ്പെടുത്തൽ,
നിന്ന, അഹങ്കാരം, അധിക്ഷേപം, ധിക്കാരം, ധാർഷ്ട്യം, മാത്സര്യം, ഭിന്നത, കലഹം, ഇതെല്ലാം നിലനിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരൽപ്പം പോലും കൃപ തൊട്ട് തീണ്ടിയിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കൾ, ഇത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കർത്താവ് പറയാണ്, നമുക്ക് ദൈവകൃപയുണ്ടെങ്കിലേ നമ്മുടെ കുടുംബങ്ങൾ ആത്മീയമായിട്ട് വളരത്തുള്ളൂ. ദൈവകൃപയില്ലാത്തവന് നമ്മൾ പള്ളിയിൽ പോയതുകൊണ്ട് കാര്യമില്ല. ദൈവകൃപയില്ലാത്തവർ പള്ളിയിലെ വലിയ സ്ഥാനങ്ങളുണ്ടെന്ന് ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് അതൊന്നും ഉപകരിക്കുന്നില്ല. ആത്മാവിനെ രക്ഷപ്പെടുത്താൻ അതിനൊന്നും ഒരു കഴിവില്ല. നമ്മൾ ഇന്ന ആളാണ്, ഇന്നത് ചെയ്ത് ഒരു കാര്യമില്ല. മറിച്ച് കർത്താവിൻ്റെ കൃപ നമ്മളിൽ പ്രവർത്തിക്കണം. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവ് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്ന് ഈശോയെ വിളിക്കണം, പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, വായിക്കാം. 1 പത്രോസ് 4:4. 1 പത്രോസ് 4:4. ദൈവകൃപ ശക്തമായിട്ട് നമ്മളിൽ പ്രവർത്തിക്കാൻ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന മറ്റൊരു 1 പത്രോസ് 5:5:5:5. 4:4 അല്ല, 1 പത്രോസ് 5:5. പ്രായമായി വരികയാണ്, മെമ്മറിയൊക്കെ പോയി തുടങ്ങി. 4:4 അല്ല, 5:5 വായിക്കാം. 1 പത്രോസ് 5:5 വായിച്ചേ. അപ്രകാരം തന്നെ യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അടുത്ത വാക്യം, പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. പരസ്പര വിനയത്തിൻ്റെ എളിമയുടെ അങ്കി അണിയുവിൻ. എന്താ കാര്യം? ദൈവം അഹങ്കാരികളെ എതിർക്കുകയും. ആർക്കാണ് കൃപ നൽകുന്നത്? ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തിക്കേ. ശക്തമായ ദൈവകൃപയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ ഒന്ന് ശക്തമായിട്ട് സ്തുതിക്കാവോ? ഉറക്കെ സ്തുതിക്കാവോ? ഹല്ലേലൂയ. കർത്താവേ, മഹത്വം, ആരാധന, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, പുത്രനായ യേശുവിന്റെ കുരിശിലെ മരണത്തിന്റെ യോഗ്യതകളാൽ അവിടുത്തെ നാമം വിശ്വസിച്ചേറ്റു പറയുന്ന ഞങ്ങളുടെ മേൽ അപരിമയമായ ദൈവകൃപ വർഷിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ, പാപങ്ങൾ, കുറവുകൾ, അയോഗ്യതകൾ പരിഗണിക്കാതെ അങ്ങയുടെ പുത്രന്റെ നാമത്തെ വിശ്വസിച്ചേറ്റു പറയുന്ന ഈ കൂടാരത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവേ അങ്ങയുടെ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആമേൻ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒരു ഉപദേശമൊന്നും പറയാനുള്ള വകുപ്പില്ല. മറിച്ച് ഒരു അറിവ് പറഞ്ഞു തരാം. ഉപദേശമൊന്നും വിളിക്കണ്ട, ഒരു അറിവ് പറഞ്ഞു തരാം. എന്തെന്നറിയാം? 2 കാര്യങ്ങൾ പ്രാർത്ഥിച്ചോണം. ഒന്ന്, കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപ തരണേന്ന് എപ്പോഴും. ദൈവമേ എന്നോട് കൃപയുണ്ടാവണമേ, അല്ലേ? ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണം, എന്നോട് കൃപയുണ്ടാകണമേ, അല്ലേ? 57-ാം സങ്കീർത്തനം. എന്നോട് കൃപയുണ്ടാകണം. ദൈവമേ എന്നോട് കൃപയുണ്ടാവണം, എനിക്ക് കൃപ തരണേ കർത്താവേ, കൃപയായിരിക്കണേ കർത്താവേ, കൃപ തരണേ കർത്താവേ. ഇങ്ങനെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. 2ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഒരു കാര്യം കൂടെ ചോദിച്ചോണം. കൃപ മാത്രമല്ല, ഒരു കാര്യം കൂടെ ചോദിക്കണം. എന്താ? കർത്താവേ എന്നോട് കരുണയായിരിക്കണേ. ഈ കൃപയും കരുണയും. കർത്താവേ എന്നോട് കൃപയുണ്ടാകണേ, കർത്താവേ എന്നോട് കരുണയായിരിക്കണേ. ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാൽ തന്നെ ആ ദിവസം മുഴുവൻ അഭിഷേകമായിരിക്കും. എപ്പോഴും പ്രാർത്ഥിക്കുക, എന്നോട് കൃപയുണ്ടാവണേ കർത്താവേ, കർത്താവേ എന്നോട് കരുണയാവണേ കർത്താവേ, കൃപയുണ്ടാവണേ, കരുണയാവണമേ. പറഞ്ഞേ, കൃപയുണ്ടാവണമേ, കരുണയാവണമേ. എന്നോട് പറഞ്ഞേ, കൃപയുണ്ടാവണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ശക്തമായ ദൈവകൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഒന്ന് പ്രാപിച്ച് പോവാം. വെറുതെ സമയം കളയണ്ട. ബുക്കൊക്കെ കസേരയിലോട്ട് വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ്, കർത്താവേ അതിശക്തമായൊരു കൃപ എന്നിലും എൻ്റെ കുടുംബത്തിലും വർഷിക്കണമേ. നിങ്ങൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, അതോടെ കേട്ടോ. എന്തെന്നറിയാമോ? നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ കൃപ നിറയുമ്പോൾ ഈ കൃപ നിറഞ്ഞ ഒരാളെ അഭിവാദനം ചെയ്തപ്പോൾ ഒരിക്കലൊരു സംഭവം ഉണ്ടായി. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആരോട് പറഞ്ഞു? ഏലിയാമ്മ പൊന്നമ്മയോട് പറഞ്ഞോ? എന്താ? ആരോട് പറഞ്ഞു?
കൃപ നിറഞ്ഞവളെ സമാധാനം കർത്താവ് നിന്നോടുകൂടെ. യാരോട് ചൊല്ലിയാങ്ക? ആരോട് പറഞ്ഞു? ലീലാമ്മ ഗബ്രിയേൽ മാലാഖ കന്യകാമാതാവിനോട് പറഞ്ഞു. അപ്പൊ മാതാവ് ആരാണ്? കൃപ നിറഞ്ഞ. ആ കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മ എലിശബാ പുണ്യവതിയെ സന്ദർശിച്ചിട്ട് അവൾ എലിശബാ പുണ്യവതിയെ അഭിവാദനം ചെയ്തു. അപ്പോൾ എലിസബത്ത് പറയുകയാണ്, നിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ ഉദിച്ചു ചാടി. ഹല്ലേലൂയാ. കണ്ടോ, കൃപ നിറഞ്ഞ ഒരാള് വേറൊരാളോട് സംസാരിക്കുമ്പോൾ തന്നെ അയാളിലേക്ക് എന്ത് വ്യാപരിക്കും? ദൈവകൃപ വ്യാപരിക്കും. ഹല്ലേലൂയാ. അതാണ് കൃപ നിറഞ്ഞാലുള്ള ഗുണം. കൃപയില്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാൽ, കൃപയില്ലാതൊരു വാക്ക് പറഞ്ഞാൽ അവിടെ വഴക്കാവും, അടിയാവും. കൃപയില്ലാതൊരു വർത്തമാനം പറഞ്ഞാൽ അവിടെ അന്ന് തന്നെ ഡൈവോഴ്സ് നടക്കും, കൃപയില്ലാതെ പറഞ്ഞാൽ. എന്നാൽ കൃപയുള്ളവർ പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അവിടെ സമാധാനം ഉണ്ടാവും, അവിടെ ശാന്തത ഉണ്ടാവും, അവിടെ ദൈവഭയം ഉണ്ടാവും, അവിടെ ഒരു തീരുമാനം ഉണ്ടാവും, അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. അതാണ് കൃപ നിറഞ്ഞവരും കൃപയില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സമൂഹത്തിൽ ഒത്തിരി വ്യത്യാസം വരുത്താം, കുടുംബത്തിൽ ഒത്തിരി വ്യത്യാസം വരുത്താൻ പറ്റും. മക്കളൊക്കെ നിങ്ങൾ പറയുന്നത് ശാന്തമായിട്ട് അനുസരിക്കും കൃപ നിറഞ്ഞാൽ. കൃപയില്ലാതെ പറഞ്ഞാൽ അവർ നിങ്ങളെ കിഴുക്കാമ്പാട് പിടിച്ച് കുത്തിയിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? കൃപ നിറയണം. കണ്ണടച്ചേ, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മേൽ ശക്തമായ എന്നേറ്റ് ചൊല്ലിക്കെ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുത്തെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മേൽ കൃപയുണ്ടാകണമേ, എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. എനിക്ക് കൃപ തരണമേ, എനിക്ക് കൃപ നൽകണമേ. കൃപയ്ക്ക് മേൽ കൃപ തരണമേ, കൃപയ്ക്ക് മേൽ കൃപ നൽകണമേ. കൃപാവരങ്ങൾ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങൾ അടിച്ച് കർത്താവിനെ ആരാധിച്ച്, ശക്തമായിട്ട് കരങ്ങൾ അടിച്ച്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 22-ാം തിരുവചനം. നമ്മളത് വായിച്ചാണ് ഇന്നലെ അവസാനിപ്പിച്ചത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം 13:22 കിട്ടിയവർ ഉച്ചത്തിൽ വായിക്കാം. അനന്തരം കൊള്ളാം. അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവനെക്കുറിച്ച് വായിച്ചോളുക. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം, നമുക്കറിയാം ഒത്തിരി തെറ്റ് ചെയ്തു പോയൊരു മനുഷ്യനാണിത്, പാപങ്ങൾ അനവധി വന്നുപോയൊരു മനുഷ്യനാണിത്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ദൈവവചനം പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എടുത്തു പറയുകയാണ്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയവനെ ഞാൻ കണ്ടെത്തി. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ദാവീദിനെ വിളിച്ചത് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണ വിഷയം. ഞാനൊരു 5-6 കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു, സമയം പോലെ. ഒന്നാമത്തേത്, ഈ മനുഷ്യന് ദൈവത്തിലുണ്ടായിരുന്ന അചഞ്ചലമായ ആശ്രയം. ഒന്നാമത്തെ കാരണം, അൺകണ്ടീഷണൽ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഓൾമൈറ്റി. സർവശക്തനായ ദൈവത്തിൽ ഈ മനുഷ്യനുണ്ടായിരുന്ന അചഞ്ചലമായ, ചഞ്ചലിപ്പില്ലാത്ത, ഇളകാത്ത, പതറാത്ത, കുലുങ്ങാത്ത ആശ്രയം. എന്ത് സംഭവിച്ചാലും ഇയാൾ പറയുമായിരുന്നു, ഞാൻ കുലുങ്ങത്തില്ല. കാരണം എന്താണ്? ഞാൻ ചില സാമ്പിളുകൾ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ചില സംഭവങ്ങളിലൂടെ നമുക്ക് പോകാം. അതിനു മുമ്പ് ദാവീദ് എഴുതിയ മനോഹരമായ ചില സങ്കീർത്തനങ്ങളുണ്ട്. ആ സങ്കീർത്തനങ്ങൾ മനോഹരമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അവയിൽ നമ്മൾ വായിക്കുന്നത് കൊണ്ടാണ്. നമുക്കതിൽ കാണാൻ പറ്റുന്നത് അചഞ്ചലമായ ദൈവാശ്രയ ബോധം. ഉദാഹരണത്തിന് 3-ാം സങ്കീർത്തനം എടുക്കുക. സങ്കീർത്തനങ്ങൾ 3. ഇത് ദാവീദിൻ്റെ തന്നെ മകനായ അബ്സാലോം ദാവീദിനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. ദാവീദ് അബ്സാലോമിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ജീവനെ കാത്തുപരിപാലിക്കാനുള്ള വെപ്രാളത്തിൽ
കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ പാട്ടാണ് 3-ാം സങ്കീർത്തനം. സ്വന്തം മകൻ തനിക്കെതിരെ തിരിയുകയും കൊട്ടാര വിപ്ലവം നടത്തി കൊട്ടാരത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് ഒരഭയാർത്ഥിയെ പോലെ അന്യതാബോധങ്ങളുടെ ഭാണ്ഡം പേറി കെദ്രോൻ തോട് കടന്ന് തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി കരഞ്ഞുകൊണ്ട് യാത്ര ചെയ്ത ഈ മനുഷ്യൻ തനിക്കെല്ലാവരും എതിരായപ്പോൾ സ്വന്തം മകൻ പോലും കുടുംബത്തിൽപ്പെട്ടവർ പോലും ഒറ്റിക്കൊടുത്ത് നിരാധാരനാക്കി തന്നെ നിസ്സഹായ അവസ്ഥയിൽ ഒരു അഭയാർത്ഥിയായി ഒരു ഭിക്ഷക്കാരനെ പോലെ തന്നെ മാറ്റി തീർത്ത ഒരവസ്ഥയിൽ, ആര് കൂടെ ഇല്ലാത്തൊരവസ്ഥയിൽ ഈ മനുഷ്യൻ പാടുന്നൊരു സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. വായിക്കാം. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു, ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്, എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങളിത്? അദ്ദേഹം പാടുകയാണ്, കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകം ആളുകൾ എന്നെ എതിർക്കുന്നു, ദൈവം അവൻ്റെ കൂടെ ഇല്ല എന്ന് ഈ നാട്ടിൽ എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ രക്ഷാകവചം, എൻ്റെ മഹത്വം, എന്നെ ശിരസുയർത്ത് നിർത്തുന്നത് അവിടുന്നാണ്. കർത്താവേ, ഞാൻ അങ്ങേ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു. അചഞ്ചലമായ ദൈവവിശ്വാസം. ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ ഇനി നമ്മൾക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ വിശ്വാസത്യാഗത്തിൻ്റെ ഒരു കാലം വന്നുകൊണ്ടിരിക്കുന്നു. അതിനി ഒരു ഭീകര രൂപം പ്രാപിച്ച് അതിൻ്റെ എല്ലാ ഭയാനകതയോടെയും പുറത്തു വരുന്നൊരു കാലത്തെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതധികം വൈകില്ല, അത് സംഭവിക്കും. കാരണം അത് വേറെ ആരും പറഞ്ഞതുകൊണ്ടല്ല, അത് കർത്താവ് ഈശോമിശിഹാ പറഞ്ഞതാണ്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, യാതൊരു സംശയമില്ല. അനേകർ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ സഭയിൽ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അനേകർ, നമുക്ക് നടുക്കം തോന്നുന്ന വിധത്തിൽ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, അനേകർ വിശ്വാസത്തെ തള്ളിപ്പറയും. അപ്പം ഇനിയുള്ള കാലത്ത് നമ്മൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ അടിയുറച്ച ദൈവവിശ്വാസം, അചഞ്ചലമായ ദൈവവിശ്വാസം, ലോകത്താര് ചോദ്യം ചെയ്താലും അടിപതറാത്ത ദൈവവിശ്വാസം, ആരെതിരായാലും തോറ്റ് പിന്മാറാത്ത അചഞ്ചലമായൊരു ദൈവവിശ്വാസം ഇനി ഈ നാളുകളിൽ വിശ്വാസികൾക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഉച്ചത്തിൽ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. നിങ്ങൾ ഓർക്കണം, ഈ പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് ഇതൊന്ന് ആലോചിച്ചാൽ കുറെ കൂടി സങ്കീർത്തനത്തിൻ്റെ അർത്ഥം മനസ്സിലാവും. നിങ്ങൾ ഓർക്കണം, ഇദ്ദേഹത്തെ സഹായിക്കാൻ ആരുമില്ല. ഇടത്തോട്ട് നോക്കി ആരുമില്ല, വലത്തോട്ട് നോക്കി ആരുമില്ല, മുമ്പിൽ ആരുമില്ല, പുറകിൽ ആരുമില്ല. ശത്രുക്കൾ എന്നെ വളഞ്ഞിരിക്കുന്നു. കുടുംബത്തിൽപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ, സുഹൃത്തുക്കളെല്ലാം എതിരായി. ആത്മസുഹൃത്തായിരുന്ന അഹത്തോവല് അയാളെ വഞ്ചിച്ചു. കൂടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിലെ സഹായികളും അംഗരക്ഷകരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉപദേശകരും കൂടെയുണ്ട എല്ലാവരും എതിരായി. കുടുംബാംഗങ്ങളും മക്കൾ പോലും എതിരായി. ഒറ്റ മനുഷ്യൻ പോലും കൂടെ ഇല്ലാത്തൊരവസ്ഥയിൽ അയാൾ പറയുകയാണ്, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അയാൾ പറയുന്നത്, ഞാൻ ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഇതുപോലെ ഒരു നിസ്സഹായതയുടെ നടുത്തളത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, എന്നോട് പറയുന്നു, നമുക്കൊറ്റ ആശ്രയമുള്ളൂ, കർത്താവ് മാത്രം. കർത്താവ് മാത്രം. സഹായിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. വേറെ ആര് സഹായിച്ചാലും അത് ഗുണപ്പെടില്ല. പിടിക്കുന്ന എല്ലാ കരങ്ങളും ദുർബലമാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മളെല്ലാവരും അനുഭവിക്കും. ആരുടെയും കരങ്ങൾ നമ്മളെ സംരക്ഷിക്കാൻ മാത്രം സുരക്ഷിതമല്ല, ദൈവം മാത്രമേ ഉണ്ടാവൂ. ആ സമയത്ത് ഇയാൾ പറയുകയാണ്, ഉച്ചത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ആപത്ത് വരുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് കർത്താവെ എന്ന് വിളിച്ച് കരയാൻ പറ്റണമെങ്കിൽ ആപത്തില്ലാത്തപ്പോൾ അങ്ങനെ വിളിച്ച് പഠിക്കണം. എന്ത് പറഞ്ഞേ? അല്ലെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ വിളിക്കാൻ വേണമെന്നറിയാ, അയ്യോ, അമ്മേ, അപ്പോ, ഇങ്ങനെ വിളിക്കത്തുള്ളൂ. ആപത്ത് വരുമ്പോ കർത്താവേന്ന് വായി വരണമെങ്കിൽ ആപത്തില്ലാത്തപ്പോ കർത്താവേന്ന് വിളിച്ച് ശീലിക്കണം. വല്ല മനസ്സിലായോ? അല്ലാതെ അന്നേരം വലിയ സ്റ്റൈലായിട്ടൊന്നും ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല.
അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവകാര്യത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏർപ്പെടുമ്പോൾ അതിൻ്റെ പേരിലൊരു മാനക്കേടുണ്ടായാൽ അത് നിങ്ങൾ സഹിക്കണം. പള്ളിയിൽ നിങ്ങൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് കണ്ട് വല്ലവരും നിങ്ങളെ ദുഷിച്ചാൽ അത് നിങ്ങൾ സന്തോഷത്തോടെ സഹിക്കണം. സഹിച്ചാൽ ഒരു ഗുണം എന്തെന്നറിയാം? ഈ ദുഷിച്ചവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഇങ്ങനെ കയറ്റി 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനസ്സിലായോ? ദുഷിക്കുന്നവരോട് ആരോടും ഒരു മറുപടിയും പറയാൻ പോകരുത്. കളിയാക്കുന്നവരെയും പരിഹസിക്കുന്നവരുടെയും വാക്കുകൾക്ക് മറുപടി പറയാൻ പോകരുത്. മനസ്സിലായോ? വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പരിഹസിച്ചാലും, സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ചാലും, ഇനി പള്ളിയുടെ കൂട്ടായ്മയിൽ പരിഹസിച്ചാലും, ഇനി ഫാമിലി കൂട്ടായ്മയിൽ ഫാമിലിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പരിഹസിച്ചാലും, ഇനി അതല്ല ഇനി അയൽവക്കക്കാർ പരിഹസിച്ചാലും, കൂട്ടുകാർ പരിഹസിച്ചാലും, വികാരിയച്ഛൻ പരിഹസിച്ചാലും, സിസ്റ്റർ പരിഹസിച്ചാലും, ഇനി പിന്നെ തിരിച്ച് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനൊന്നും മറുപടി പറയാൻ പോകരുത്. എന്ത് ചെയ്യണം? ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കണം. എന്താ സംഭവിക്കുന്നറിയോ? സകല പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തി 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 കൊണ്ടുപോകും. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായി? ഞാനൊരു കാര്യം പറയട്ടെ. ഈ പ്രൈവറ്റ് ബസ്സേ കയറിയിട്ടുണ്ടോ? പ്രൈവറ്റ് ബസ്സേലേ ഈ ആളുകൾ കയറി ഇറങ്ങി ചെയ്യുമ്പോൾ ഈ മണിയൊക്കെ അടിച്ച് കയറ്റി ഇറക്കാനൊക്കെ സഹായിക്കാൻ ഒരുത്തൻ നിൽക്കത്തില്ലേ? അവനെ വിളിക്കുന്ന പേരെന്താ? കിളി. എന്താണ് അവൻ്റെ പേര്? കിളി. വെരി ഗുഡ്, കിളി. ആ കിളി ഇടയ്ക്കിടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കും വണ്ടിയിരുന്ന്. എന്താണെന്നറിയാമോ? പറ. മേളി പിടിക്കാൻ പറയും. മനസ്സിലായോ? ചേച്ചി മേളി പിടിക്കാൻ പറയും. നമ്മൾ നോക്കുമ്പോൾ മേളി മാത്രമല്ല പിടിയുള്ളത്, സൈഡിൽ പിടിയില്ലേ? സൈഡിൽ ഇങ്ങനെ സാധനം ഇരിപ്പില്ലേ, ഒരു കമ്പി, അതേ പിടിച്ച് വേണമെങ്കിലും നിൽക്കാമല്ലോ. ഈ സൈഡിൽ പിടിച്ചാൽ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? ഈ പ്രൈവറ്റ് ബസ്സാണ് ഇത്. മത്സര ഓട്ടം ഓടുമ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ഒരുത്തൻ ചവിട്ടുമ്പോൾ ഇവൻ ചവിട്ടും. അപ്പം നീ ഫ്രണ്ടിലെത്തും. എന്നിട്ട് ഡ്രൈവറെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയേണ്ടി വരും. നീ നിൽക്കുന്നിടത്തു നിന്ന് മറ്റാരുടെയും സഹായം ഇല്ലാതെ ഫ്രണ്ടിലെത്തും. ചിലപ്പോൾ ക്ലാസ്സും കഴിഞ്ഞ് നീ വെളിയിൽ പോകും. അതുകൊണ്ടാണ് അയാൾ പറയുന്നത്, ചേച്ചി സൈഡിൽ പിടിക്കാതെ മേളി പിടിച്ചാൽ ഒരു ഗുണമുണ്ടെന്നറിയാമോ? മേളി പിടിച്ചാൽ എന്താണ്? ഇവൻ എത്ര ചവിട്ടിയാലും ഇങ്ങനൊരു നിപ്പുണ്ട്. മനസ്സിലായോ? ഇങ്ങനൊരു നിപ്പ്. അതുകൊണ്ട് കിളി പറഞ്ഞതാന്ന് വിചാരിച്ച് അതിനെ എഴുതി തള്ളരുത്. കിളി പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. അമ്മച്ചി മേളി പിടിച്ചോണം, വശങ്ങളിൽ പിടിച്ചോണ്ട് നിൽക്കരുത്. മേളി പിടിച്ചോണം. മേളി പിടിച്ചാൽ നീ വീഴത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, മേളി പിടിച്ചാൽ വീഴത്തില്ലെന്ന് പറ. എന്തോ കയറി പിടിച്ചാൽ വീഴത്തില്ല? മേളി പിടിച്ചാൽ വീഴത്തില്ലെന്ന് പറ. മേളി പിടിച്ചാൽ വീഴത്തില്ല പറ. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ട് മുകളിൽ കിളി പറഞ്ഞാണ് മുകളിൽ പിടിച്ചോണം. മുകളിൽ പിടിച്ചാൽ ഗുണം എന്തെന്നറിയാം? ഈ മുകളിലിരിക്കുന്നവന് ഒരു ഗുണമുണ്ട്. ഈ മുകളിലിരിക്കുന്നവനെ പിടിച്ചാൽ എന്താ ഗുണം പറ? സാധാരണ ഹ്യൂമൻ ലോജിക്ക്, സിമ്പിൾ ലോജിക്ക് വെച്ച് പറ. മേളിൽ പിടിച്ചവനെ പിടിച്ചാലുള്ള ഗുണം എന്താ? മേളിലോട്ട് കയറിപ്പോവും. ഈ താഴെ പിടിക്കുന്നവനെ പിടിച്ചാൽ, താഴെ ഇരിക്കുന്നവനെ പിടിച്ചാൽ നീ എന്നും താഴെ കിടക്കും. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? മേളിൽ നിൽക്കുന്നവനെ പിടിച്ചാൽ നീ മേളിലോട്ട് പോവും. മനസ്സിലായോ? നീ ഉയർന്ന് പോകും. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, അവിടുന്ന് നിന്നെ ഉയർന്ന പാറമേൽ നിർത്തും. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. വചനം പറയുകയാണ്, അവിടുന്ന് നിന്നെ ഉയർന്ന പാറമേൽ നിർത്തും. വായിക്കാം സങ്കീർത്തനങ്ങൾ 27. അതും ദാവീദിന്റെ സങ്കീർത്തനമാണ്. അതിന്റെ തലക്കെട്ട് കർത്താവിൽ ആശ്രയം. കർത്താവിൽ ആശ്രയം. വായിക്കാം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു.
കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമായരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഹല്ലേലൂയ. എന്താ കാര്യം? മേളിൽ നിൽക്കുന്നവൻ മേളിലോട്ട് കയറ്റും. താഴെ നിൽക്കുന്നവരെ പിടിച്ചുകൊണ്ട് നിൽക്കരുത്. ഉയർന്ന പാറമേൽ നിർത്തും. ഒന്നുകൂടെ ഒന്ന് വായിച്ചത്. നല്ല സങ്കീർത്തനല്ലേ? ഇവിടെ തൊട്ട് വായിക്കേ. ഈ അഞ്ചാമത്തെ ആദ്യം തൊട്ട് വായിച്ചു. കർത്താവിൻ്റെ പ്രകാശവും വായിക്കേ ഉറക്ക്. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ആ ആ ആ ആ ഓക്കെ. ഉയർന്ന പാറമേൽ നിർത്തും. ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് കർത്താവ് എനിക്കെതിരെ യുദ്ധമുണ്ടായാൽ ഞാൻ പേടിക്കത്തില്ല. അവിടുന്ന് എനിക്ക് എന്നെ ഉയർന്ന പാറമേൽ, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പൊ ദാവീദിന് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുത്ത ആദ്യത്തെ കാര്യം ദൈവത്തിൽ ഉണ്ടായിരുന്ന അചഞ്ചലമായ വിശ്വാസം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം തിരുവചനം ഉച്ചത്തി വായിക്കുക. ഹെബ്രായർ 11:6 ഉച്ചത്തി വായിക്കുക. ഹെബ്രായർ 11:6. ഇപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അത് മാത്രം ഒന്നുറക്കെ പറയാമോ? വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഒന്നുകൂടെ പറയാമോ? വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഒന്നുകൂടെ പറയാമോ? വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹല്ലേലൂയാ. അതായത് ദൈവത്തിന് നമ്മളെക്കുറിച്ച് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഒന്നാമതായിട്ട് ഹൃദയത്തിൽ വേണ്ടത് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും ഉറച്ച ആശ്രയബോധവും ഉണ്ടാവണം. ഞാൻ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം ആദ്യ മാതാപിതാക്കന്മാരെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ അവർക്ക് ദൈവം അനേകം വാഗ്ദാനങ്ങൾ നൽകി. ഏതാണ്ട് 5 വാഗ്ദാനങ്ങൾ പെട്ടെന്ന് നമ്മൾ കാണാൻ പോവാണ്. ദൈവം മാനവകുലത്തോട് ആദ്യ മാതാപിതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം തരാൻ പോവാണ്. വായിക്കാം. 26-ാമത്തെ വാക്യം മുതൽ. ദൈവം ആദത്തെയും ഹവ്വയും സൃഷ്ടിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം മനുഷ്യന് ആദ്യമായി നൽകിയ ഒരു 5 വാഗ്ദാനങ്ങൾ പെട്ടെന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. 27. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. എന്നെ കേൾക്കുക. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കേട്ടില്ല. മറ്റേ വാങ്ക് വിളിക്കുന്ന മാത്രമേ കേൾക്കുന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ പറയാണ്, അതായത് ഒരു കുട്ടിയെ നോക്കിയിട്ട് അപ്പൻ്റെ അതേ മുഖഛായ, അമ്മയുടെ അതേ മുഖഛായ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയും ഈ പറയുന്ന ആളും തമ്മിൽ
അപ്പനും പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഒന്നാമത്തെ അനുഗ്രഹം ദൈവത്തിൻ്റെ മക്കൾ. ആദ്യ മാതാപിതാക്കന്മാർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തേത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അടിമകളായിട്ടല്ല, ദാസന്മാരായിട്ടല്ല, ജോലിക്കാരായിട്ടല്ല, കൂലിക്കാരായിട്ടല്ല, നികൃഷ്ടജീവികളായിട്ടല്ല, മൃഗങ്ങളെപ്പോലല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മക്കളായിട്ടാണ്. ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തേത് 29, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ഓക്കെ. അപ്പോൾ സന്താനപുഷ്ടിയുള്ള എന്ന് പറഞ്ഞാൽ ദൈവം അവർക്ക് ഒരു കുടുംബം കൊടുത്തു. ഇത് തന്നെ നമ്മൾ ആദത്തിന് ഹവ്വയെ കൊടുക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ മക്കളുണ്ടായി, സന്താനപുഷ്ടിയുള്ള, അതായത് ബന്ധങ്ങൾ കൊടുത്തു. അങ്ങനെ എഴുതിക്കോ. രണ്ടാമത്തേത് ബന്ധങ്ങൾ കൊടുത്തു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തെ ഏത് വെറുക്കപ്പെട്ടവനെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിലും അയാളോട് ഇഷ്ടമുള്ള കുറേ പേരുണ്ടാവും. ഉണ്ടോ? ഏത് വെറുക്കപ്പെട്ടവനെയും അത്താഴം വിളമ്പി കാത്തിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവുമോ? ഉണ്ടാവും. നമ്മൾ ഏത് കൊള്ളരുതാത്തവനെ എഴുതി തള്ളുന്നവനെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ബന്ധങ്ങൾ. സമൂഹം ഏത് വിലയില്ലെന്ന് കരുതുന്നവനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ബന്ധങ്ങൾ. ദൈവം മനുഷ്യന് കൊടുത്ത ആദി ഉടമ്പടിയിൽ കൊടുത്ത രണ്ടാമത്തെ വാഗ്ദാനമാണ് സ്നേഹിക്കുന്നവർ. അത് മക്കളാവട്ടെ, ഭാര്യയാവട്ടെ, ദൈവം കൊടുത്ത ബന്ധങ്ങൾ. മൂന്നാമത്തേത്, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. മൂന്നാമത്തേത്, ഈ ഭൂമിയുടെ മേൽ ആധിപത്യം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന മണ്ണിൽ നമുക്ക് ദൈവം ഒരു അധികാരം തന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഒത്തിരി പേര് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്നവർ ഉണ്ടാവും. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ ഭൂമി വിളവ് തരുന്നില്ല എന്ന് വിചാരിച്ചേ, ഒന്നും അങ്ങോട്ട് മുളയ്ക്കുന്നില്ല, എന്ത് ചെയ്താലും ഒരു ഗുണമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് ദൈവം സൃഷ്ടിച്ച മനുഷ്യന് കൊടുത്തൊരു അധികാരമാണ്. മണ്ണിൻ്റെ മേൽ, ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ഒരു അധികാരമുണ്ട്. ഒരു അധികാരം. ഹല്ലേലൂയ. ഒരു അധികാരമുണ്ട്. അത് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ എറണാകുളത്ത് കാക്കനാട് ഒരു കൊച്ചാപ്പൻ ഡോക്ടർ ഉണ്ടായിരുന്നു. കൊച്ചാപ്പൻ ഡോക്ടർ മരിച്ചുപോയി. ഈ കൊച്ചാപ്പൻ ഡോക്ടർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അടയ്ക്കാമരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. വലിയൊരു തോട്ടം അടയ്ക്കാമരം നട്ടുപിടിപ്പിച്ചു. പക്ഷേ അടയ്ക്കാമരം മുഴുവൻ മുരടിച്ചു പോവാണ്. നല്ല വിളവ് പ്രതീക്ഷിച്ച ഈ മനുഷ്യന് നഷ്ടം വരികയാണ്. ഡോക്ടറാണ് അദ്ദേഹം. ഒരു കൃഷി നടത്തി, ആ കൃഷി വമ്പൻ പരാജയം. ഇപ്പോഴാണ് അദ്ദേഹം സാമ്പത്തിക നഷ്ടം ഇങ്ങനെ വാതിൽക്ക് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു ധ്യാനം കൂടാൻ തീരുമാനിച്ചു. ധ്യാനത്തിന് പോയി. അവിടെ ഉച്ചരിക്കപ്പെട്ട അനേകം വചനങ്ങൾ അദ്ദേഹത്തെ സ്പർശിച്ചില്ലെങ്കിലും ഒരു വചനം സ്പർശിച്ച വചനം ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കൊച്ചാപ്പൻ ഡോക്ടറെ ഈ വചനം സ്പർശിച്ചത് ഒരു പ്രത്യേക വിധത്തിലാണ്. അദ്ദേഹം എങ്ങനെ ചിന്തിക്കുകയാണ്, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ ആ എല്ലാ സൃഷ്ടികളുടെയും അകത്ത് പെടുന്നതാണ് എൻ്റെ അടയ്ക്കാമരത്തോട്ടവും. അതുകൊണ്ട് ആദ്യം ഞാൻ എൻ്റെ അടയ്ക്കാമരത്തോട്ടത്തോട് സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയാണ്. ഒരു പ്രത്യേക വിധത്തിലാണ് അദ്ദേഹം ഈ വചനത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം നേരെ അവിടേക്ക് ചെന്നു. എന്നിട്ട് കൊച്ചാപ്പൻ ഡോക്ടർ തൻ്റെ തോട്ടത്തിൽ എല്ലാ വശത്തും ഓഡിയോ സ്പീക്കറുകൾ ഫിറ്റ് ചെയ്ത് വചനപ്രഘോഷണത്തിൻ്റെ കാസറ്റുകൾ, അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കാസറ്റുകളുണ്ട്. നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ പ്രസംഗം, പനക്കലച്ഛൻ്റെ പ്രസംഗം, തടത്തലച്ഛൻ്റെ പ്രസംഗം, വെല്ലൂരാനച്ഛൻ്റെ പ്രസംഗം, കൊച്ചുമാത്യച്ഛൻ്റെ പ്രസംഗം, കാസറ്റുകളുണ്ട്. അത് കൊണ്ടുവന്ന് ഒരു ടേപ്പ് റെക്കോർഡറിൽ അത് കാസറ്റ് ഇട്ട് പ്ലേ ചെയ്ത് അടയ്ക്കാമരത്തോട്ടത്തെ മുഴുവൻ വചനം കേൾപ്പിച്ചു. സംഭവിച്ചത് ഇതാണ്: ആ വർഷം അടയ്ക്കാമരങ്ങൾ പൂത്തു, കായ്ച്ചു, വമ്പൻ വിളവ് നൽകി.
മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻ്റ്, പണ്ട് ഈ സൺഡേ ഇപ്പോഴുണ്ടോന്നുണ്ട് സൺഡേ, അപ്പോൾ സൺഡേ സപ്ലിമെൻറ്റിൽ കൊച്ചാപ്പൻ ഡോക്ടറിൻ്റെ അടയ്ക്കാമരത്തോട്ടത്തെക്കുറിച്ച് വലിയ ഫീച്ചർ വന്നു, വാർത്ത വന്നു. ഗവൺമെൻറ് കൊച്ചാപ്പൻ ഡോക്ടറുടെ തോട്ടത്തിലെ അടയ്ക്കയെ വിത്ത് ഇനമായിട്ട് പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി. ഈ കൊച്ചാപ്പൻ ഡോക്ടർ, ഞാൻ എറണാകുളത്ത് കാക്കനാട് നമ്മുടെ സഭയ്ക്കൊരു സെൻ്ററുണ്ട്. അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ കാണാൻ വന്നിരുന്നു. ഈ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഞാൻ ഈ കൊച്ചാപ്പൻ ഡോക്ടറെ കുറിച്ച് പറയുന്ന പുള്ളി കേട്ടിട്ട് പുള്ളി എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ, ഞാൻ പറഞ്ഞു വരുന്നത്, ഫലം തരാത്ത ഒരു മണ്ണിൻ്റെ മേൽ മനുഷ്യനൊരു അധികാരമുണ്ട്. ആ അധികാരമാണ് അവൻ ദൈവത്തിൻ്റെ വചനം ഉച്ചരിച്ചപ്പോൾ സംഭവിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ മാസം ഓസ്ട്രേലിയയിൽ പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാനം നടത്തുമ്പോൾ ഒരു വല്യമ്മച്ചി ഒരു കൊച്ചു പയ്യനെ കൊണ്ട് മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ അമ്മ എന്നെ ഒരു ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോയിൽ ഇങ്ങനെ ഒരു കൊച്ചു പയ്യൻ ഒരു ചെടിയുമായിട്ടിരിക്കുന്നു. അതാണ് ആ ഫോട്ടോ. അപ്പോൾ ആ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഈ കൊച്ചാപ്പൻ ഡോക്ടറുടെ അനുഭവം ഡാനിയൽ അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഞാൻ എൻ്റെ കൊച്ചുമകനോട് പറഞ്ഞു. അപ്പോൾ കൊച്ചുമകൻ ഇവന് സ്കൂളിൽ നിന്ന് ഇവർക്ക് ഇയർ എൻഡ് ആകുമ്പോൾ ഒരു ചെടി കൊടുക്കും. അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ച് അത് ഓൾമോസ്റ്റ് കരിഞ്ഞു പോയി, അത് വെച്ചൊന്നുമില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, അങ്ങനാണെങ്കിൽ ഈ ചെടിയുടെ മേൽ നമുക്ക് ദൈവവചനം പ്രയോഗിക്കാം. ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഒറ്റ വചനമേ ഈ കൊച്ചിന് കാണാതെ, തീരെ ചെറിയ കുട്ടിയാണ്, ഒറ്റ വചനമേ ഈ കുട്ടിക്ക് കാണാതറിയൂ. അത് ഇംഗ്ലീഷിൽ അവൻ അറിയാം. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞാൽ ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ഇത് മാത്രമേ ഇവന് കാണാതെ അറിയത്തുള്ളൂ. ഇവൻ ആ ചെടിയും കൊണ്ട് പോയിരുന്ന്, കരിഞ്ഞ ചെടിയാണ്, അതുകൊണ്ട് പോയിരുന്നിട്ട് അതിൻ്റെ അടുത്ത് പോയിരുന്ന് ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ചെടിയോട് പറയാണ്, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ്. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ചെടി ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഇതിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കരിഞ്ഞ ചെടി തളിർക്കാൻ തുടങ്ങി, അത് പൂക്കാൻ തുടങ്ങി. ഈ ചെടിയുടെ ഫോട്ടോയുമായിട്ടാണ് ഇവർ ധ്യാനത്തിനെത്തിയിരിക്കുന്നത്. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലുള്ള ഒരു കുടുംബം ഇതുപോലെ ഇവരുടെ ബാക്ക് യാർഡിൽ ഒരു മരം കരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് മലയാളം അറിയില്ല. മലയാളം അറിയാത്തത് കൊണ്ട് അമ്മ ഇരുന്ന് യൂട്യൂബിൽ വചനം കേൾക്കും. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയോട് കുട്ടികൾ ചോദിക്കും, മമ്മ ഈ അച്ഛൻ എന്താ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ ഒരു ദിവസം പറഞ്ഞു, അച്ഛൻ പറയുകയാണ് ഇങ്ങനെ ദൈവവചനം കൊച്ചാപ്പൻ ഡോക്ടർ അടയ്ക്കാമരത്തോട്ടത്തോട് പറഞ്ഞപ്പോൾ കൊച്ചാപ്പൻ ഡോക്ടറുടെ അടയ്ക്കാമരത്തോട്ടം വലിയ ബിസിനസ് മെച്ചപ്പെട്ടു എന്ന് അമ്മ ഈ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികൾ പറഞ്ഞു. ഈ അമ്മമാരും അപ്പമാരും ഒക്കെ ഇത് കേട്ടിട്ട് വിടും, ആ ഹല്ലേലൂയൊക്കെ പറഞ്ഞിട്ട് നിർത്തും. കുട്ടികൾ എന്തെന്നറിയാം, അവർക്ക് ഇത് സീരിയസ് ആയിട്ട് എടുക്കും. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ട് 4 ഹല്ലേലൂയ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഇതുങ്ങളുടെ പ്രശ്നം, ഇതുങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ അതിനെല്ലാം സീരിയസ് ആയിട്ട് എടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ 2 കുട്ടികൾ ചേട്ടനും അനിയനും കൂടി നേരെ പോയി ഈ കരിഞ്ഞ മരത്തിനടുത്ത് പോയി നിന്ന് ബൈബിൾ തുറന്ന്, ഇംഗ്ലീഷ് ബൈബിൾ തുറന്ന് എല്ലാ ദിവസവും വായന തുടങ്ങി. ആ മരം തളിർത്തു, പൂത്തു, കായ്ച്ചു. അതിനകത്തെ 2 പഴവുമായിട്ടാണ് ഹ്യൂസ്റ്റണിലെ ധ്യാനത്തിന് ആ കുടുംബം എത്തുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഈ മണ്ണിൻ്റെ മേൽ, ദേശത്തിൻ്റെ മേൽ മനുഷ്യന്, വിശ്വാസിക്ക്, ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരധികാരമുണ്ട്. അതാണ് ഈ പറയുന്നത്, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ മേലും, ഇഴജന്തുക്കളുടെ മേലും, മണ്ണിൻ്റെ മേലും, മരത്തിൻ്റെ മേലും, പക്ഷിയുടെ മേലും, പറവയുടെ മേലും, മൃഗത്തിൻ്റെ മേലും എല്ലാം അധികാരം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസിയുടെ മുമ്പിൽ ചെന്നായ കീഴടങ്ങുന്നത്. കാട്ടുമൃഗങ്ങൾ പോലും നിന്നോട് അടങ്ങിക്കഴിയും എന്ന് വചനമുള്ളത്. ഇഴജന്തുക്കൾ നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് വചനം പറയുന്നത് അല്ലേ? പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇതാണ് എത്രാമത്തെയാണ്? 3ാമത്തെ അധികാരം, 3ാമത്തെ അവകാശം. എത്രണ്ണമായി? 1 ദൈവത്തിൻ്റെ മക്കൾ, 2 ബന്ധങ്ങൾ, 3 ആധിപത്യം. ഒറ്റ വാക്ക് എഴുതിയാൽ മതി. 3 ആധിപത്യം. 4ാമത്തേത് 29ാമത്തെ വാക്യം, ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്ത് ധാന്യം വിളയുന്ന എല്ലാ ചെടികളും, വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. 4ാമത്തേത് മറ്റീരിയൽ പ്രൊവിഷൻസ്, ഭൗതിക അനുഗ്രഹങ്ങൾ.
അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, ജോലി, വരുമാനം, ഇതെല്ലാം അതിനകത്ത് വരും. നിങ്ങൾക്ക് മറ്റീരിയൽ പ്രൊവിഷൻസ്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വസിച്ച് വചനം ഏറ്റെടുക്കണം, സ്വീകരിക്കണം. കർത്താവ് പറയുകയാണ്, അതായത് നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടതെല്ലാം ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അഞ്ചാമത്തേതാണ് ഏദൻ തോട്ടം. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വാരി വിതറുന്ന എല്ലാ നന്മകളെയും മൊത്തത്തിൽ വിളിക്കാവുന്ന ഒറ്റ വാക്കാണ് ഏദൻ തോട്ടം. നമുക്ക് കിട്ടുന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങളും, അത് നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, നമുക്ക് കിട്ടുന്ന മറ്റനുഗ്രഹങ്ങൾ, നമുക്ക് കിട്ടുന്ന മറ്റ് പ്രൊവിഷൻസ്, എല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം തൻ്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ നൽകുന്നുണ്ടോ അതിനെല്ലാം വിളിക്കാവുന്ന പേരാണ് എന്ത് പേര്? ഏദൻ തോട്ടം. 5 ഇങ്ങനെ ഈ 5 അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ഇനി എന്നെ നോക്കിയേ പ്ലീസ്. അതായത് ദൈവം പറയുകയാണ്, ആദം ഹവ്വ നിങ്ങൾക്ക് വേണ്ടതെല്ലാം എല്ലാം 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 ഞാൻ തന്നോളാം. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നോളാം. നിങ്ങൾ പേടിക്കുകയേ വേണ്ട, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടണ്ട, ദൈവം തരും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? അതായത് ദൈവം തരും. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? ഇപ്പം ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, എല്ലാം ദൈവം തരുമെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ നന്നായി അധ്വാനിക്കണം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ നാളുകളിൽ ഒരുപാട് മനുഷ്യരെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന ചില ചിന്തകൾ ഞാൻ പറയുകയാണ്. അതായത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കടുത്ത ദാരിദ്ര്യമാണ്. ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒരുപാട് ആളുകൾക്ക് നല്ല പട്ടിണിയാണ്, നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അയാളുടെ പേര് കനു എന്നാണ്, കനു. അപ്പം അയാൾ ഈ കൂടലിനടുത്ത് മുറിഞ്ഞകൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കനുവിൻ്റെ വീട്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കുള്ള കൂട്ടുകാരനായിരുന്നു. കൂട്ടുകാരനായതിൻ്റെ ചരിത്രമൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ രക്താർബുദത്തിന്, ബ്ലഡ് ക്യാൻസറിന് ചികിത്സിക്കാൻ എത്തിയതായിരുന്നു ഈ ചെറുപ്പക്കാരൻ. വഴി വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. പിന്നെ അയാൾ സെമിനാരി, നാലാഞ്ചിറ മലങ്കര സെമിനാരിയിൽ വരുമായിരുന്നു, കാണുമായിരുന്നു. ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായതുകൊണ്ട് ഇയാൾക്ക് ബ്ലഡ് ആവശ്യമുള്ളപ്പോഴൊക്കെ കൊടുക്കാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഈ അപ്പനും അമ്മയും പ്രായമുള്ളവരായതുകൊണ്ട് അവർക്ക് ഇവനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് സെമിനാരിയിലെ ഫോണിൽ എന്നെ വിളിച്ച് വിവരം പറയും അപ്പനും അമ്മയും. അപ്പോൾ ഈ മകനോടെന്ന പോലെ അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുടുംബമായിട്ട് അവർ ഹൈന്ദവ സഹോദരങ്ങളാണ്. എന്നാലും എനിക്ക് ഈ കനുവും ഈ കുടുംബവുമായിട്ട് നല്ല ബന്ധവും അടുപ്പമായിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞ് ഈ ബ്ലഡ് ക്യാൻസർ മൂർച്ഛിച്ച് കനു മരിച്ചു. പിന്നീട് അപ്പനും അമ്മയും വീണ്ടും എന്നെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് അപ്പൻ ഒരു ഹൃദയാഘാതം മൂലം മരിച്ചു. പിന്നെ കുറച്ച് നാളിലൂടെ ഒക്കെ കോണ്ടാക്റ്റ് ഉണ്ടായി. പിന്നെ ആ ബന്ധം മുറിഞ്ഞു. പിന്നെ അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും എനിക്ക്, അദ്ദേഹത്തിന് ഒരു സഹോദരൻ, ഒരു അനിയനുണ്ടായിരുന്നു. അനിയന് ബാക്കി ആരും പിന്നെ എവിടെയാണ് എന്നൊക്കെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഒരു ബന്ധമില്ലാതായി. ഞാൻ പലപ്പോഴും ഈ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ ഓർക്കാറുണ്ടായിരുന്നു, എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ, ഒന്ന് കണ്ടാൽ നല്ലതായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ പല തിരക്കുകൾക്കിടെ ഒന്നും നടന്നില്ല. അങ്ങനെ പോയി. ഈ ഒരു 6 മാസം മുമ്പ് ഞാൻ ഈ കൂടലിൽ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ശുശ്രൂഷകൻ്റെ വീട് വഞ്ചരിപ്പിന് പോയപ്പോൾ ഞാൻ ഈ മുറിഞ്ഞകല്ല് പാസ് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു, ഇവരുടെ വീട്ടുപേര് പ്രശാന്തി നിലയം എന്നാണ്. അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒത്തിരി വർഷമായി, 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രശാന്തി നിലയം അതെൻ്റെ തലയിൽ കിടപ്പുണ്ട്, ഇവരുടെ വീട്ടുപേര്. അപ്പം ഞാൻ ആ ഭാഗത്ത്, വീട് എവിടാന്ന് ലൊക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, എങ്കിലും ഞാൻ ആ ഭാഗത്തൂടെ വണ്ടി ഓടിച്ച് പതുക്കെ പോവാണ്. ഞാൻ ഈ പ്രശാന്തി നിലയം എവിടാന്ന് തിരക്കി പോവാണ്. ചോദിക്കുന്നില്ല, പക്ഷേ എനിക്ക് വീട് കണ്ടാൽ അറിയാം. ഒടുവിൽ ഞാൻ ആ വീട് കണ്ടുപിടിച്ചു. എൻ്റെ കൂടെ ഒരച്ഛനും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ആ അച്ഛനോട് പറഞ്ഞു, ഒന്ന് ഇറങ്ങി ചോദിക്കാവോ ഇത് ഈ കനുവിൻ്റെ വീടാണോ എന്ന്. അപ്പോൾ അവിടെ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ഒരു വാടകക്കാരാണ് താമസിക്കുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നതാരാണ്? അവരൊരു പേര് പറഞ്ഞു. ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല.
ഞാൻ ചോദിച്ചു ഇവിടെ ഉള്ളവർ ജീവനോടുണ്ടോ? അവർ പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അവരുടെ നമ്പർ തരാമോ? നമ്പർ അപ്പോൾ ഒരു വയ്യാത്ത അമ്മയാണ് ഈ സംസാരിക്കുന്നത്. ആ അമ്മയ്ക്കുടെ മുഖത്തെല്ലാം എന്തോ ഒരു രോഗം വന്ന് ഇവിടെ എല്ലാം ഇങ്ങനെ കുഴിഞ്ഞ് മാംസമൊക്കെ ഇളകിയിരിക്കുന്ന ഒരു അമ്മയാണ് ഇതെല്ലാം പറയുന്നത് ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന്. അപ്പം ഞങ്ങൾ ശരി എന്നാൽ പിന്നെ പോവാന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ അമ്മ പറഞ്ഞു, കത്തോലിക്ക അച്ഛന്മാരാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ ചോദിച്ചു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് കയറി. അകത്ത് കയറുമ്പോൾ ഒരു അപ്പച്ചനും ഉണ്ട്, ഒരു അമ്മച്ചിയുണ്ട്. ഈ അപ്പച്ചന് അൽഷിമേഴ്സാണ്, മറവി രോഗം. അമ്മച്ചിക്ക് ക്യാൻസറാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇവരോട്, ഇവിടെ താമസിച്ചിരുന്ന കുടുംബത്തെ എനിക്ക് പരിചയമുള്ളതാണ്, അവരെ അറിയാമോ? അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മകനെ അതൊക്കെ അറിയൂ. ഞാൻ മകൻ്റെ നമ്പർ തരാൻ പറഞ്ഞു. മകനെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇന്ന ആളുടെ സുഹൃത്ത്. അപ്പോൾ പറഞ്ഞു, അച്ഛാ ആ അമ്മ മരിച്ചുപോയി, ഇയാൾക്കൊരു അനിയനുണ്ടായിരുന്നു, ആ അനിയനും മരിച്ചുപോയി. ആ കുടുംബത്തിൽ ഇപ്പോൾ ആകെയുള്ളത് അനിയൻ്റെ ഭാര്യ മാത്രമാണ്. അവർ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവരുടെ നിന്നാണ് ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പരിചയമുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാ? അവർ കേരളത്തിലെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. നിങ്ങളെന്താ ഇവിടെ വന്ന് താമസിക്കുന്നത്? ഞങ്ങൾ സാമ്പത്തിക നഷ്ടം കൊണ്ട് നാട് വിട്ടതാണ്, ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുകയാണ്. വാടക കൊടുത്തിട്ടില്ല. ഈ അമ്മ ക്യാൻസർ വന്ന് ഇങ്ങനെ മുഖമെല്ലാം ഈ ഭാഗമെല്ലാം തുറന്നു പോലിരിക്കുകയാണ്. ഈ ഭാഗമെല്ലാം കണ്ണിൽ നിന്ന് പഴുപ്പൊഴുകുകയാണ്. കണ്ണിങ്ങനെ ബൾജ് ചെയ്ത് വെളിയിലോട്ടിരിക്കുകയാണ് ഈ അമ്മച്ചിയുടെ. അമ്മ പറയാണ്, എന്നോട് പറയാണ്, ഇത് ഡാനിയലച്ഛനാണോ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. എൻ്റെ അച്ഛാ ഞങ്ങൾ പ്രസംഗം കേൾക്കുന്നതാണ്. എന്നിട്ട് കരയാണ്. എന്നിട്ട് എന്നോട് പറയാണ്, അച്ഛാ അച്ഛനെ ദൈവമാണ് ഇങ്ങോട്ട് വിട്ടത്. ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒരു മുട്ട മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് കഴിച്ചിട്ടുള്ളത് ഒരു മുട്ട മാത്രം. ഞാൻ ബാക്കി ഒന്നും പറയുന്നില്ല, നിങ്ങളിത് കേട്ടേ. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പച്ച പട്ടിണി കിടക്കാണ് മനുഷ്യർ, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇത് ഒത്തിരി കുടുംബങ്ങളിലുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് ഉണ്ടായ ചില തിരിച്ചറിവുകൾ ഞാൻ പറയട്ടെ. ഒരുപാട് പേരുടെ ദാരിദ്ര്യത്തിൻ്റെ കാരണം അവർ അലസരായതുകൊണ്ടാണ്. ഞാൻ അത്രയും ജീവിതാനുഭവത്തിൽ നിന്നായി പറയുന്നത്. കഷ്ടപ്പെടാൻ തയ്യാറുള്ളവന് ഈ നാട്ടിൽ ജോലിയുണ്ട്. ഇനി ഈ പ്രസംഗം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നുകയാണ്, അച്ഛാ കഷ്ടപ്പെടാൻ തയ്യാറാണ്, ജോലിയില്ല. നിങ്ങൾ നേരെ വേറ്റിനാട്, മൗണ്ട് കാർമൽ, മലങ്കര ഹിൽസ്, വേറ്റിനാട് വരൂ. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലിയുണ്ട്. കഷ്ടപ്പെടണം. പക്ഷെ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്, ഒത്തിരിയും പേര് പട്ടിണി കിടക്കുന്നത് അവർക്ക് കഷ്ടപ്പെടാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നത്, അതായത് ദുരഭിമാനം. എന്താണെന്നറിയാം, ഞാൻ ഇന്ന ഡിഗ്രിയുള്ള ആളാണ്, ഞാൻ ആ ലെവലിൽ ജോലി ചെയ്യത്തുള്ളൂ, ഞാൻ ഇന്നത് പഠിച്ച ആളാണ്, ഞാൻ അതേ ചെയ്യത്തുള്ളൂ. ഈ നാടിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും? പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. എങ്കിലും ഞാൻ പറയട്ടെ, അധ്വാനിക്കുന്നവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ജോലി ചെയ്യാൻ, ഞാൻ ഈ പ്രസംഗം കേൾക്കുന്ന, വചനം കേൾക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാർ വെറുതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, മോനെ ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി എടുത്തു കൊടുക്കാനെങ്കിലും നിൽക്കും. ഡിഗ്രിയും പത്രാസും എന്നും പറഞ്ഞ് വെറുതെ നിൽക്കരുത്. ജോലി ചെയ്യ്, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ജോലി ചെയ്യ്, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ജോലി ചെയ്യ്, എന്തെങ്കിലും ജോലി ചെയ്യ്. ഒന്നും അല്ലെങ്കിൽ ഫുഡ് ഡെലിവറിക്കെങ്കിലും പോ, അല്ലെങ്കിൽ ഒരു കാർ എടുത്തിട്ട് ഊബർ ഓടിക്കാൻ പോ. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. കഷ്ടപ്പെടുന്നവനെ ദൈവം അനുഗ്രഹിക്കും. കഷ്ടപ്പെടുന്നവനെ. ജോലി ചെയ്യണം. പക്ഷെ ഒത്തിരി നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് മനുഷ്യർക്ക് ജോലി ചെയ്യാൻ വയ്യ, കാശ് കിട്ടണം. തട്ടിച്ച് വെട്ടിച്ച് പറ്റിച്ച് കള്ളത്തരം പറഞ്ഞ് കാശുണ്ടാക്കണം. ഞാൻ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തരും. എപ്പോ? കിട്ടിയ കഴിവ് വെച്ച്
അധ്വാനിച്ചോളുക. ദൈവം തന്നിട്ടുള്ള വിഭവങ്ങൾ വെച്ച് അധ്വാനിച്ചോളുക, ദൈവം അനുഗ്രഹിക്കും. ഇപ്പൊ കർത്താവ് പറയാണ്, ആദം ഹവ്വ ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ തന്നോളാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം ഞാൻ തന്നോളാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്? വാഗ്ദാനങ്ങൾ. ബൈബിളിൽ വാഗ്ദാനങ്ങൾ മാത്രമല്ല, വ്യവസ്ഥകളുമുണ്ട്. ഞാൻ എന്താ പറഞ്ഞേ? ബൈബിളിൽ വാഗ്ദാനങ്ങൾ മാത്രമല്ല, വ്യവസ്ഥകളുമുണ്ട്. നമുക്ക് വാഗ്ദാനങ്ങൾ മാത്രം മതി, വ്യവസ്ഥകളൊന്നും പറ്റത്തില്ല. ബൈബിളിൽ വാഗ്ദാനങ്ങൾ, പ്രോമിസസ് മാത്രമല്ല, കണ്ടീഷൻസും ഉണ്ട്. ഇത്രയും പ്രോമിസസ്, ഇപ്പൊ എത്ര പ്രോമിസ് പറഞ്ഞു? 5. ഇത്രയും പ്രോമിസ് തന്നിട്ട് ദൈവം പറയാണ് ഒറ്റ കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത്. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത് എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ നന്മയും തിന്മയും നീ തീരുമാനിക്കരുത്. നിന്റെ നന്മയും തിന്മയും നീ തീരുമാനിക്കരുത്. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പറഞ്ഞേ ഹല്ലേലൂയ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇനി എന്നെ നോക്കിയേ, ലിസൺ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ, ആദവും ഹവ്വയും എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നി. ആദം പറയാണ്, നമുക്ക് ഒരു പലചരക്ക് കട തുടങ്ങിയാലോ, നല്ലതായിരിക്കും, നല്ല കച്ചവടമായിരിക്കും. ഉടനെ ദൈവം എന്താ പറഞ്ഞേ? നോ 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 നോ, നീ തീരുമാനിക്കണ്ട, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെയാണ് വ്യവസ്ഥയെങ്കിൽ ഇനി ആദവും ഹവ്വയും എപ്പോഴും ദൈവത്തെ നോക്കിക്കൊണ്ടേയിരിക്കണം, ദൈവത്തെ കേട്ടുകൊണ്ടേയിരിക്കണം. അതാണ് വ്യവസ്ഥ. എല്ലാ കാര്യത്തിലും ദൈവത്തെ ശ്രദ്ധിക്കണം, ദൈവത്തോട് ചോദിക്കണം, ദൈവത്തെ ശ്രവിക്കണം, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ജീവിക്കണം. ഇതാണ് വ്യവസ്ഥ. കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന വേറൊരു വാക്കാണ് ദൈവത്തെ സമ്പൂർണമായി വിശ്വസിക്കണം. ആദ്യ മാതാപിതാക്കന്മാർക്ക് ദൈവം ഒരൊറ്റ വ്യവസ്ഥയെ കൊടുത്തുള്ളൂ, അൺകണ്ടീഷണൽ ട്രസ്റ്റ്. നിങ്ങൾ വ്യവസ്ഥകളില്ലാതെ എന്നെ വിശ്വസിച്ചോണം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? വ്യവസ്ഥകളില്ലാതെ എന്നിൽ വിശ്വസിക്കണം. കേൾക്കുന്നുണ്ടോ? എന്നെ വിശ്വസിച്ചാൽ മതി, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നോളാം. അപ്പോൾ സംഭവം എല്ലാം മനോഹരമായിരിക്കുമ്പോൾ പാപത്തിൻ്റെ കങ്കാള വിഷം പേറി, പാപത്തിൻ്റെ കരിനാഗം ഏദന്റെ കന്നിമണ്ണിലേക്ക് ഇഴഞ്ഞു വന്നു. പാമ്പ്. ആ പിശാച് വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? വ്യവസ്ഥ, ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്താണ്? എന്നെ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം, എല്ലാം ഞാൻ തന്നോളാം. പാമ്പ് വന്നിട്ട് പറയുന്നത് എന്താ? ദൈവത്തെ വിശ്വസിക്കാൻ പറ, കൊള്ളത്തില്ല. നിങ്ങൾ ഈ പഴം പറിച്ച് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവും, അതറിയാവുന്നതുകൊണ്ടാണ് തിന്നരുതെന്ന് പറഞ്ഞത്. അങ്ങേരെ നമ്പാൻ കൊള്ളത്തില്ല. അപ്പൊ എന്താണ് ആദി പാപം? ആദി പാപം ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് ആദി മാതാപിതാക്കന്മാർ ഹൃദയത്തിൽ ഏറ്റെടുത്തതാണ് ആദിപാപം. ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ രാത്രിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായി മാറും. ഒറ്റ കാര്യം ചെയ്താൽ മതി, കണ്ണും പൂട്ടി ദൈവത്തെ വിശ്വസിക്കണം. ഇന്ന് രാവിലെ മൗണ്ട് കാർമലിൽ ബ്ലെസ്സഡ് ഫാമിലിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബ്ലെസ്സഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ മക്കൾ മരിച്ച അമ്മമാരുടെ കൂട്ടായ്മയാണ്. ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയ അമ്മമാരും അപ്പന്മാരുടെയും കൂട്ടായ്മയുടെ പേരാണ് ബ്ലെസ്സഡ് ഫാമിലി. അവരുടെ ഗാദറിംഗ് ഉണ്ടായിരുന്നു ഇന്ന് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ. സ്വന്തം മക്കൾ ജീവിതത്തിൻ്റെ
ഒരു 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 നല്ല കാലം എത്തുന്നതിന് മുമ്പ് ജീവിതത്തിൻ്റെ പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ മക്കളെ ദൈവം ചോദിച്ചു വാങ്ങി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സന്തോഷത്തോടെ മക്കളെ വിട്ടുകൊടുത്ത് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച ഒരു ജനമാണ് ഇന്ന് അവിടെ ഒരുമിച്ച് കൂടിയത്. ആ കൂട്ടായ്മയാണ് ഇന്ന് ഒരുമിച്ച് കൂടിയത്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവരെന്ത് ചെയ്തു? ഓരോ ദുരന്തം വന്നപ്പോഴും സാത്താൻ നമ്മളോട് പറയാൻ ശ്രമിച്ചത്, ദൈവത്തെ വിളിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? പള്ളിയിൽ പോയിട്ട് നിനക്ക് എന്ത് കിട്ടി? പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? ദൈവത്തെ ആരാധിച്ചിട്ട് നിന്റെ കുടുംബത്തിൽ ഇതല്ലേ വന്നത് എന്ന് സാത്താൻ പറയാൻ ശ്രമിച്ചപ്പോഴും അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അൺകണ്ടീഷണൽ ട്രസ്റ്റ്. ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് അചഞ്ചലമായ വിശ്വാസം. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയത്തില്ല. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ഒത്തിരി സങ്കീർത്തനമുണ്ട് ദാവീദിൻ്റെ. മനോഹരമായ അചഞ്ചലമായ ദൈവവിശ്വാസം ദാവീദ് പ്രഖ്യാപിച്ച സങ്കീർത്തനങ്ങൾ നിരവധിയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പെട്ടെന്ന് വായിക്കാം. അതായത് പറയുന്നുണ്ട്, മല ഇളകി വന്നാലും പർവ്വതങ്ങൾ ഇളകി വന്ന് പതിച്ചാലും ഞാൻ കർത്താവിനെ ആശ്രയിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവസന്നിധിയിലുള്ള തൻ്റെ പ്രത്യാശ പ്രഖ്യാപിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. അതായത് 46-ാം സങ്കീർത്തനം. 46-ാം സങ്കീർത്തനത്തിൽ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. കണ്ടോ, സങ്കീർത്തകൻ പറയാണ്, ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ വന്ന് തലേ പതിച്ചാലും സമുദ്രമധ്യത്തിൽ അടർന്നു വന്ന് പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? കർത്താവാണ് എൻ്റെ സഹായം, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളതാണ്. സങ്കീർത്തനം 16:8. സങ്കീർത്തനങ്ങൾ 16:8 ഉറക്കെ വായിച്ചേ. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഇന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്ക് അചഞ്ചലമായ വിശ്വാസം അവിടുന്ന് തരണമേ. ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനാക്കാൻ സഹായിച്ച ആദ്യത്തെ കാര്യം എന്താണ്? ആദ്യത്തെ കാര്യം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഇത് ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാണാൻ പറ്റും. ആടുകളെ മേയിച്ചുകൊണ്ട് ദാവീദ് ഒരു ചെറുപ്പക്കാരനായിട്ട് കാട്ടിൽ ഒരു ഇടയനായി ജീവിക്കുമ്പോൾ ചെന്നായ്ക്കളും സിംഹങ്ങളും ആടുകളെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ ചെന്നായെയും സിംഹത്തെയും അതിനെ തറയിലടിച്ച് കൊന്നിട്ടുണ്ട്. അതായത് ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമുക്ക് മനുഷ്യയുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ദൈവത്തിൻ്റെ ശക്തി അദ്ദേഹത്തിൻ്റെ മേൽ കടന്നു വന്നതായി അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയത്തിലാണ് ഗോലിയാത്ത് എന്ന് പറയുന്ന മഹാമല്ലനെ, അതികായനെ അദ്ദേഹം കവിണയിൽ കല്ല് കൊരുത്ത് വിട്ട് അദ്ദേഹം താഴെ വീഴ്ത്തി അവൻ്റെ വാളുകൊണ്ട് തന്നെ വെട്ടിക്കൊല്ലുന്നത്. സാവൂൾ അദ്ദേഹത്തെ വേട്ടയാടുമ്പോൾ 15 കൊല്ലം സാവൂൾ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുമ്പോഴും അദ്ദേഹം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് അതിനെ നേരിടുന്നത്. ഒടുവിൽ രാജാവായി കുറേ കാലം ജീവിച്ച് കുറേ തെറ്റുകളൊക്കെ സംഭവിച്ച് ഒടുവിൽ സ്വന്തം മകൻ തന്നെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ തലമൂടിക്കരഞ്ഞുകൊണ്ട് ഈശോമിശിഹ പെസഹ അത്താഴം കഴിഞ്ഞ് ഗത്സമൻ തോട്ടത്തിലേക്ക് പോയ അതേ വഴിയിലൂടെ കർത്താവ് ഈശോമിശിഹായുടെ മുതുമുത്തച്ഛനായ ദാവീദ് ഈശോ പോയ അതേ വഴിയിലൂടെ കരഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹം പറയുകയാണ്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, എഴുന്നേൽക്കും, എന്തെന്നാൽ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപാനിയായ ഭർത്താവിനെ ഓർത്ത്, എന്നും കുടുംബത്തിൽ വഴക്കും കലഹങ്ങളും ഉണ്ടാക്കുന്ന ദാമ്പത്യത്തെ ഓർത്ത്, മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകളെ ഓർത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ തലയ്ക്ക് മീതെ കുമിഞ്ഞുകൂടിയ കടബാധ്യതയെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നീ എങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ ഏതെങ്കിലും രോഗാവസ്ഥ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ,
ഏതെങ്കിലും കാര്യങ്ങൾ മക്കളെ ഓർത്തോ, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെ ഓർത്തോ, വിവാഹം കഴിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഓർത്തോ, പഠനമേഖലയെക്കുറിച്ച് ഓർത്തോ? പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ് എപ്പോഴും നമ്മുടെ കൺമുമ്പിലുണ്ട്. അവിടുത്തെ സമ്പൂർണമായി ആശ്രയിക്കുക, കണ്ണും പൂട്ടി വിശ്വസിക്കുക. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, എൻ്റെ ഹൃദയത്തിന് ഒരു ധൈര്യം തരണമേ എന്നാണ്. ധൈര്യം, വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ ഭയം വിട്ടുമാറും. വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ ഭയം വിട്ടുമാറും. ഹൃദയത്തിൽ ധൈര്യം കിട്ടും. ഇന്ന് കരങ്ങൾ ഉയർത്താം. വലിയൊരു അഭിഷേകം കർത്താവ് ഈ രാത്രിയിൽ വർഷിക്കട്ടെ. അചഞ്ചലമായ ദൈവവിശ്വാസം, കർത്താവെ, ഇടമുറിയാത്ത ഒരു ആരാധനയുടെ കൃപ, വിശ്വാസത്തിൻ്റെ കൃപ എൻ്റെ മേൽ കർത്താവെ നീ വർഷിക്കണമേ. ആഗ്രഹത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. കർത്താവേ, ആശ്രയം തരണമേ. ശരണപ്പെടാനുള്ള കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സ് പതറിപ്പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വലതുകരം ഞങ്ങൾക്ക് കാവലാവണമേ. ഞങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ നടുവിൽ, ഞങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ നടുവിൽ അചഞ്ചലരായി നിലകൊള്ളാനുള്ള വിശ്വാസത്തിന്റെ ശക്തി കർത്താവെ കൂടാരത്തിൽ ഈ കൂട്ടായ്മയിൽ അങ്ങ് വർഷിക്കണമേ. ശക്തി വ്യാപരിക്കണമേ, ശക്തി വ്യാപരിക്കണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഈശോയേ, ഹൃദയം നൊന്ത് വിളിക്കുന്ന ഈശോയേ, കരങ്ങളടിച്ചേ. കർത്താവാണ് അഭയവും ശക്തിയും കഷ്ടതകളിലെൻ തുണയും. കർത്താവാണ് കോട്ടയും ബലവും കരയുമ്പോഴെൻ ആശ്വാസവും. കർത്താവാണ് അഭയവും ശക്തിയും കഷ്ടതകളിലെൻ തുണയും. കർത്താവാണ് കോട്ടയും ബലവും കരയുമ്പോഴെൻ ആശ്വാസവും. ഭൂമിയിളകിടട്ടെ, പാറ തകർന്നിടട്ടെ, മലകളടർന്നു പതിച്ചിടട്ടെ. ഭൂമിയിളകിടട്ടെ, പാറ തകർന്നിടട്ടെ, മലകളടർന്നു പതിച്ചിടട്ടെ. തെല്ലും പതറുകയില്ല, ഒട്ടും ഭയപ്പെടില്ല, എന്റെ കർത്താവ് എന്നെ താങ്ങുമല്ലോ. തെല്ലും പതറുകയില്ല, ഒട്ടും ഭയപ്പെടില്ല, എന്റെ കർത്താവ് എന്നെ താങ്ങുമല്ലോ. കർത്താവാണ് അഭയവും ശക്തിയും കഷ്ടതകളിലെൻ തുണയും. കർത്താവാണ് കോട്ടയും ബലവും കരയുമ്പോഴെൻ ആശ്വാസവും. കർത്താവാണ് അഭയവും ശക്തിയും കഷ്ടതകളിലെൻ തുണയും. കർത്താവാണ് കോട്ടയും ബലവും കരയുമ്പോഴെൻ ആശ്വാസം. ഉയർത്തി കർത്താവിനെ ഉറക്കെ വിളിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ ഈശോയേ, 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 അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഏറ്റുപറയാം,
അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ആമേൻ. ആമേൻ. ആമേൻ.